ഹായ് ഫ്രണ്ട്സ്, ചുള്ളീസ് വീഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ക്യാരറ്റ് പക്കോടയാണ്. ഇതൊരു വലിയ സംഭവമൊന്നുമല്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം. വൈകിട്ട് ചായക്കൊക്കെ കഴിക്കാവുന്നൊരു സംഭവമാണ്. മിക്കവർക്കും തന്നെ അറിയുന്നതായിരിക്കും, എന്നാലും നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് വൃത്തിയാക്കി എടുക്കാം. ഞാനൊരു 250 ഗ്രാം ക്യാരറ്റ് 1 ഇഞ്ച് നീളത്തിൽ കനം കുറച്ചരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ ഇത്തിരി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അല്പം കട്ടിയുള്ളൊരു ബാറ്ററാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കുഴയ്ക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ ഈ മൈദപ്പൊടിക്ക് പകരം വേണമെങ്കിൽ കടലമാവ് ചേർത്ത് ഉണ്ടാക്കാം. ഇഷ്ടമുള്ള റെഡിയാക്കാം. നമ്മുടെ ക്യാരറ്റിൽ മസാലയൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് എടുക്കേണ്ടത്. കുറച്ചായിട്ട് വറുത്ത് കോരി വയ്ക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്ത് നന്നായി വറുത്ത് വയ്ക്കുന്നുണ്ട്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ക്യാരറ്റ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിച്ചോളും. സോസിനൊക്കെ ഒപ്പം യൂസ് ചെയ്യാം. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്